ഓക്കെ. ഓ, തെറ്റൊക്കെ പറ്റാറുണ്ട്. പക്ഷേ എഡിറ്റിങ് ചെയ്യണില്ല, എഡിറ്റിംഗ് ഇല്ല സത്യം. അതായത് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോഴേ ആദ്യം തുടക്കത്തിൽ സമയമില്ലാത്തതുകൊണ്ടും അത് അറിയാത്തതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ എന്താ ചെയ്യുക കഴിഞ്ഞാൽ ആദ്യം തൊട്ട് തന്നെ പറയും, ഇടയ്ക്ക് തെറ്റ് പറ്റി കഴിഞ്ഞാൽ വീണ്ടും പറയും, അങ്ങനെ റീടേക്ക് എടുക്കും. അങ്ങനെ 2-3 ടേക്ക് കഴിയുമ്പം പക്കയാവും. അതായത് ഇത് പറഞ്ഞ് തെറ്റ് കൂടാണ്ട് പറയില്ലോ, അങ്ങനെയാണ് സംഭവിക്കുന്നത്. അല്ലാണ്ട് എഡിറ്റിംഗ് ഇല്ല, ഡയറക്റ്റ് ഓൺ സ്ട്രെച്ച് പറയാണ്. പക്ഷെ അത് റീടേക്ക് വേണ്ടി വരാറുണ്ട്. ഇതുപോലെ തെറ്റ് പറ്റുമ്പോൾ വീണ്ടും പറയും, ചിലപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ പറയേണ്ടി വരും. അപ്പോൾ കറക്റ്റ് ആദ്യം തൊട്ട് അവസാനം വരെ ഞാൻ തന്നെ അത്ഭുതപ്പെടാറുണ്ട്. അത് ചില സമയത്ത് 3/4 മണിക്കൂറൊക്കെ ഉള്ള വീഡിയോ ഉണ്ട്, എഡിറ്റ് ചെയ്യാതെ സ്ട്രെയിറ്റ് ആയിട്ട് പറയാൻ പറ്റാറുണ്ട്. ഓക്കെ. പിന്നെ വിഡ്ഢിത്തരങ്ങൾ ഒരുപാട് പറ്റിയിട്ടുണ്ട്, അബദ്ധങ്ങൾ അച്ചു പറയാൻ വയ്യ. അതൊരിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരാവശ്യമില്ലാതൊരു ഉദാഹരണം, അതെങ്ങനെയാണെന്നറിയില്ല, ആ നേരത്ത് കയറി വന്നതാണ്. അപ്പോൾ അവിടെ പറഞ്ഞു, അതായത് രാഗങ്ങളെ പറ്റി 6 രാഗങ്ങൾ ആയിട്ട് കമ്പയർ ചെയ്തൊരു ഉദാഹരണം പറഞ്ഞു. അങ്ങനെ അത് അപ്ലോഡ് ചെയ്ത് കിടന്നൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രി കിടന്ന് ആലോചിച്ചപ്പോഴാണ് രാഗങ്ങൾ 6 അല്ലല്ലോ 7 രാഗമില്ലേ ആലോചിക്കുന്നത്. അങ്ങനെ 7 രാഗങ്ങളുണ്ട്. പക്ഷെ ആ വീഡിയോ അപ്ലോഡ് ചെയ്തു, കൈവിട്ട് പോയി. എന്താണ്, കൈവിട്ട ആയതും വാവിട്ട വാക്കും തിരിച്ചിട്ടില്ല എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ അത് പോയി. അപ്പോൾ അങ്ങനെ പിന്നെ വേറൊരെണ്ണം പിന്നൊരിക്കൽ ഇതുപോലെ എഡിറ്റ് ചെയ്തിട്ടേ, അപ്പോൾ പിന്നൊരിക്കൽ തൈറോയിഡിനെ പറ്റി, ഹൈപ്പോതൈറോയിഡിസം എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ അതിനിടയ്ക്ക് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ അറിഞ്ഞില്ല, വീഡിയോ അപ്ലോഡ് ചെയ്തു, നല്ല വ്യൂസായി, ഷെയർ ചെയ്ത് പോയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ ഫ്രണ്ട് വിളിച്ച് പറയുമ്പോഴാണ് അറിയണത്, അതായത് അയഡിൻ ഡെഫിഷ്യൻസി കൊണ്ടാണ് തൈറോയിഡ് പ്രോബ്ലം ഉണ്ടാവണമെന്ന് കുഞ്ഞു കുട്ടികൾക്ക് പോലും അറിയാം. സ്കൂളിൽ പഠിക്കുന്നതാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ അത് അറിഞ്ഞില്ല, അത് അപ്ലോഡ് ചെയ്തു. എന്താ സ്ലിപ്പ് ഓഫ് ടങ് പറഞ്ഞ് വന്ന് ഞാൻ തന്നെ വീണ്ടും കേട്ട് നോക്കുക. അപ്പോൾ അയൺ ഡെഫിഷ്യൻസി കൊണ്ടെന്നാണ് പറഞ്ഞേക്കണേ, അയഡിൻ ഡെഫിഷ്യൻസിക്ക് പകരം അയൺ ഡെഫിഷ്യൻസി എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ അങ്ങനെ ചില മണ്ടത്തരങ്ങൾ പറ്റാറുണ്ട്. പക്ഷെ അത് ചിലതൊക്കെ അതിന് മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്ത് പോകും. പക്ഷേ ഞാൻ അതിന് ശേഷം അങ്ങനെ തെറ്റുപറ്റിയപ്പോൾ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ കമൻറ്റിൽ താഴെ രേഖപ്പെടുത്തി. പിന്നെ 1-2 തവണ വേറെ വീഡിയോ ചെയ്തു, അതിനായിട്ട് തന്നെ സോറി പറഞ്ഞ് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്ത് വീണ്ടും ഒരു വീഡിയോ ചെയ്തു. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ മണ്ടത്തരങ്ങളൊക്കെ പറ്റാകില്ല. പിന്നെ തുടക്കമൊക്കെ ഭയങ്കര, ആക്ച്വലി തുടക്കത്തിലാണ് നല്ല കണ്ടൻറ്റുകൾ. ഞാൻ കൂടുതലായിട്ട് എൻ്റെ OPയിൽ ട്രീറ്റ്മെൻറ്റ് വന്നിരുന്ന കേസുകൾ, അതായത് രക്തവാതവും സ്പോണ്ടലൈറ്റിസ്, ബാക്ക് പെയിൻ, റൈറ്റേഴ്സ് ക്രാമ്പ്, ടെന്നീസ് എൽബോ, ഇങ്ങനത്തെ കേസുകളാണ് ഞാൻ തുടക്കകാലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. പക്ഷെ അന്ന് ഇത് ഇത്ര ഒരു പകപ്പായിരുന്നു, ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റിയിരുന്നില്ല. മാത്രമല്ല ലൈറ്റിംഗ് ഉണ്ടായിരുന്നില്ല, അന്ന് മൈക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല. പക്ഷേ ആക്ച്വലി ആ വീഡിയോസിനാണ് കൂടുതൽ വ്യൂസും കണ്ടൻറ്റും കൂടുതൽ സീരിയസ് ആയിട്ട് ലോങ് ടൈമുണ്ട്, അതുപോലെ ഡ്യൂറേഷൻ കൂടുതലാണ്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നു, നല്ല കണ്ടൻറ്റാണ്. ഞാൻ കൂടുതൽ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള കൂടുതൽ കേസുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ് ആരംഭഘട്ടത്തിൽ കൈകാര്യം ചെയ്തിരുന്നതെന്ന് പറയാം. അപ്പോൾ അത് പക്ഷേ ലൈറ്റ് പോലായിരുന്നു, മൈക്ക് വോയിസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഭയങ്കര സീരിയസ് ആയിരുന്നു. ഞാൻ പലരും കമൻറ്റ് പറയാറുണ്ട്, ഭയങ്കര ഗൗരവമായിരുന്നു. അത് നെർവസായിട്ട് നമ്മളീ പറയുന്ന സംഗതികൾ മറന്നു പോവോ തെറ്റിപ്പോവോ എന്ന് ആലോചിച്ചല്ലേ പറയണേ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അങ്ങനെ പറ്റിയിരുന്നതാണ്. ഓക്കെ, തൽക്കാലം നിർത്തണം. ഓക്കെ, ബൈ. ആദ്യം ആയുർവേദം.